നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ലോകം കടുത്ത ഇന്ധനക്ഷാമത്തിലേക്കെന്നും രാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ താറുമാറായേക്കാമെന്നും ഖത്തർ ഊർജ്ജമന്ത്രി സാദ് അൽ ഖാബിയുടെ മുന്നറിയിപ്പ്. എണ്ണവില $180 എത്തിക്കുമെന്നും ആശങ്ക. 7ാം ദിനവും പരസ്പരം മിസൈലുകൾ വർഷിച്ച ഇറാനും ഇസ്രായേലും. കരയുദ്ധം നടത്തിയാലും നേരിടുമെന്ന് ഇറാൻ. കീഴടങ്ങാതെ ചർച്ചയ്ക്കില്ലെന്ന് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന നിലപാട് തിരുത്തി അമേരിക്ക. ബഹ്റൈനിലും ഇറാൻ ആക്രമണം. എയർപോർട്ടുകൾ അടച്ചു. സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള വ്യോമയാന മേഖലയിൽ കൂടുതൽ സങ്കീർണമാകുന്നു. മിഡിൽ ഈസ്റ്റിൽ റദ്ദാക്കിയ വിമാന സർവീസുകളുടെ എണ്ണം 23,000 കവിഞ്ഞു. ഫെബ്രുവരി 28 മുതൽ ഈ മേഖലയിലേക്കും തിരിച്ചും ഷെഡ്യൂൾ ചെയ്തിരുന്ന 36,000 വിമാന സർവീസുകളിൽ പകുതിയിലധികവും റദ്ദാക്കപ്പെട്ടതായി റിപ്പോർട്ട്. കുവൈറ്റിന്റെ വ്യോമാതിർത്തിയിൽ വീണ്ടും ഇറാൻ ആക്രമണം. രാജ്യത്ത് അപകട സൈറൺ തുടർച്ചയായി മുഴങ്ങുന്നു. ആകാശപരിധി ലംഘിച്ചെത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ തകർത്തതായി അധികൃതർ. സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. IAS കേഡർ തസ്തികകളിൽ പുറത്തുനിന്ന് നിയമനം നടത്തരുതെന്ന കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിനും സ്ഥലം മാറ്റത്തിനും സിവിൽ സർവീസ് ബോർഡിന്റെ അനുമതി വേണമെന്നും ട്രിബ്യൂണൽ. എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ നീക്കണമെന്നും നിർദ്ദേശം. UPSC സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അനുജ് അഗ്നിഹോത്രിക്ക് 1ാം റാങ്ക്. ആദ്യ 150 റാങ്കുകളിൽ 5 മലയാളികൾ. ശ്രുതിയാറിന് 18ാം റാങ്ക്. ജന്മനാ കാഴ്ചപരിധിയുള്ള അജയ് ആർ രാജന് 109ാം റാങ്ക്. അമൃത സിവിൽ സർവീസ് അക്കാദമിക്കും മികച്ച നേട്ടം. പട്ടികയിൽ ഇടം നേടിയത് അക്കാദമിയിൽ നിന്നുള്ള 29 പേർ. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന നിലപാട് മാറ്റി അമേരിക്ക. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാലാണ് അമേരിക്കയുടെ നിലപാട് മാറ്റം. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലെ റഷ്യൻ എണ്ണ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാം. അടിയന്തര സാഹചര്യം നേരിടാനുള്ള താൽക്കാലിക ക്രമീകരണം മാത്രമാണെന്നും റഷ്യയ്ക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ റഷ്യൻ എണ്ണ ലഭ്യമാകുന്നത് രാജ്യത്തെ എണ്ണ കമ്പനികൾക്കും ആഭ്യന്തര വിപണിക്കും ഗുണകരമാണ്. നേരത്തെ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയിരുന്ന 25% അധിക നികുതി കഴിഞ്ഞ മാസം പിൻവലിച്ചിരുന്നു. പകരം ഇന്ത്യയ്ക്ക് വെനസ്വേലയിൽ നിന്നടക്കം എണ്ണ ഉറപ്പാക്കാമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ കനത്ത പ്രതിസന്ധിയിലാക്കുമെന്ന മുന്നറിയിപ്പുമായി ഖത്തർ. എണ്ണവില $150 LNG വിലയും കുതിക്കുമെന്നും ഖത്തറിന്റെ മുന്നറിയിപ്പ്. ഖത്തർ ഊർജ്ജമന്ത്രിയും എനർജി ചീഫ് എക്സിക്യൂട്ടീവുമായ സാദ് അൽ ഖാബിയാണ് മുന്നറിയിപ്പ് നൽകിയത്. വരും ദിവസങ്ങളിൽ എണ്ണവില ബാരലിന് $150 വരെ ഉയർന്നേക്കാമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കാൻ സാധ്യതയുണ്ടെന്നും സാദ് അൽ ഖാബി വ്യക്തമാക്കി. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റായ റാസ് ലഫാന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായ പ്രഖ്യാപനം നടത്താൻ നിർബന്ധിതമാകുമെന്നും ഖാബി കൂട്ടിച്ചേർത്തു. റാസ് ലഫാൻ പ്ലാന്റിലെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. അറ്റകുറ്റപ്പണികൾക്കായി എത്ര സമയം വേണ്ടിവരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യുദ്ധം അവസാനിച്ചാലും തകരാറിലായ ഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുവാനും കയറ്റുമതി സാധാരണ നിലയിലാകാനും സമയമെടുക്കും. നിലവിൽ ഖത്തറിന്റെ പക്കലുള്ള 128 LNG കപ്പലുകളിൽ 6-7 എണ്ണത്തിൽ മാത്രമേ ചരക്കു കയറ്റുവാൻ സാധിക്കുന്നുള്ളൂ. ലോകത്തിലെ എണ്ണവാതക നീക്കത്തിന്റെ പ്രധാന കവാടമായ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ ഗതാഗത തടസ്സം സ്ഥിതി ഗുരുതരമാക്കുകയാണ്. വരും ആഴ്ചകളിൽ എണ്ണവില $150 സ്വാഭാവിക വാതകവില യൂണിറ്റിന് $40 എത്തിയേക്കാമെന്നും ഖത്തർ കണക്കുകൂട്ടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഖത്തർ എനർജി തങ്ങളുടെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സൈനിക തലത്തിൽ വെടിനിർത്തൽ ഉറപ്പാക്കാതെ പ്ലാന്റുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കില്ലെന്നും
തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴുള്ള പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുമെന്നും ഖാബി മുന്നറിയിപ്പ് നൽകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പെട്രോ കെമിക്കൽസ്, വളം തുടങ്ങിയവയുടെ വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള നിർമ്മാണ മേഖലയും ഫാക്ടറികളെയും പ്രതിസന്ധിയിലാക്കും. യുദ്ധം തുടരുകയാണെങ്കിൽ ആഗോള GDP വളർച്ചയെ അത് ദോഷകരമായി ബാധിക്കുമെന്നും എല്ലാ രാജ്യങ്ങളിലും എണ്ണ, പ്രകൃതിവാതക വില കുത്തനെ ഉയരുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം അയവില്ലാതെ തുടരുകയാണ്. ഇറാൻ നാവികസേനയുടെ കരുത്തായ ഡ്രോൺ കാരിയർ കപ്പൽ തകർത്ത് അമേരിക്കൻ സൈന്യം. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം അയവില്ലാതെ തുടരുകയാണ്. ഇറാൻ നാവികസേനയുടെ കരുത്തായ ഡ്രോൺ കാരിയർ കപ്പൽ തകർത്തതായി അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. വിമാനവാഹിനി കപ്പലുകളോളം വലുപ്പമുള്ള ഇറാന്റെ ഡ്രോൺ കാരിയർ കപ്പലാണ് US സൈന്യം തകർത്തത്. കപ്പലിൽ നിന്ന് പുക ഉയരുന്നതിന്റെയും സ്ഫോടനത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡ്രോൺ കാരിയർ കപ്പൽ നശിപ്പിച്ചതോടെ ഇറാന്റെ നാവികശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഇറാനിയൻ നാവികസേനയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം തുടരുന്നതിനിടെയാണ് US സൈന്യം ഡ്രോൺ കാരിയർ കപ്പൽ ആക്രമിച്ച് തീയിട്ടത്. യുദ്ധം കടലിലേക്കും കൂടി വ്യാപിച്ചതോടെ ആക്രമണത്തിന്റെ വ്യാപ്തി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുക്കിയ ഇറാൻ യുദ്ധക്കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 32 പേരെയാണ് ലങ്കൻ നാവികസേന രക്ഷിച്ചത്. അമേരിക്കൻ സൈനിക അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ ആണ് IRIS ദേനയെ തകർത്തത്. വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം മൗഡ്സ് ക്ലാസ് യുദ്ധക്കപ്പൽ ഐറിസ് ദേനയാണ് അന്തർവാഹിനി ആക്രമണത്തിൽ തകർത്തത്. അതേസമയം ഇസ്രായേൽ അമേരിക്ക സംയുക്താക്രമണത്തിൽ ഇറാനിലെ മരണസംഖ്യ 1332 ആയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒട്ടേറെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. നഗരത്തിലുടനീളം വൻ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെർമൻഷായ്ക്ക് ചുറ്റും ഒട്ടേറെ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. അതേസമയം കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ കടുത്ത പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. ഭരണകൂടമാറ്റം ലക്ഷ്യമിട്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ സംയുക്ത സൈനിക നീക്കങ്ങൾ നടത്തുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇറാനിയൻ സൈന്യത്തിനുമെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം മരണം ഉറപ്പായിരിക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് അമൃത TV. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള വ്യോമയാന മേഖലയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയത് മുതൽ മിഡിൽ ഈസ്റ്റിൽ റദ്ദാക്കിയ വിമാന സർവീസുകളുടെ എണ്ണം 23,000 കവിഞ്ഞു. ഫെബ്രുവരി 28 മുതൽ ഈ മേഖലയിലേക്കും തിരിച്ചും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഏകദേശം 36,000 വിമാന സർവീസുകളിൽ പകുതിയിലധികവും റദ്ദാക്കപ്പെട്ടു. ഇത് യാത്രക്കാർക്ക് ഏകദേശം 44 ലക്ഷം സീറ്റുകൾ നഷ്ടപ്പെടുത്തിയതായി ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായ സുറിയത്തിന്റെ ഡാറ്റ പറയുന്നു. ദുബായിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത് മാർച്ച് 7 വരെ നീട്ടാൻ എമിറേറ്റ്സ് തീരുമാനിച്ചു. അബുദാബിയിലേക്കുള്ള വിമാന സർവീസുകളുടെ സസ്പെൻഷൻ മാർച്ച് 6 വരെ നീട്ടിക്കൊണ്ട് സമാനമായ നടപടി സ്വീകരിച്ചു. ദോഹയിൽ സ്ഥിതി കൂടുതൽ അനിശ്ചിതത്വത്തിലാണ്. ഖത്തർ എയർവേസ് അതിന്റെ എല്ലാ സർവീസുകളും പുതിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായ്, ദോഹ, മനാമ, കുവൈറ്റ്, ദമാം, ബാഗ്ദാദ്, അമാൻ, ഖസബ്, കോപ്പൻഹേഗൻ എന്നിവയുൾപ്പെടെ പ്രാദേശിക അന്തർദേശീയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കിയതായി ഒമാൻ എയർ അറിയിച്ചു. യൂറോപ്പിൽ ജർമ്മനി ജാഗ്രതാ നില ഉയർത്തിയിട്ടുണ്ട്. തെഹ്റാൻ, ബെയ്റൂത്ത്, ടെൽ അവീവ്, അമാൻ, എർബിൽ എന്നിവയുൾപ്പെടെ മേഖലയിലെ നിരവധി പ്രധാന തലസ്ഥാനങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ മാർച്ച് 8 വരെ നീട്ടിയതായി ജർമ്മനിയും അറിയിച്ചിട്ടുണ്ട്. ഇറാൻ UAEക്ക് നേരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ജുമുഅ നമസ്കാരത്തിനായി വെള്ളിയാഴ്ച UAEയിലുടനീളമുള്ള പള്ളികൾ വിശ്വാസികളാൽ നിറഞ്ഞു. തെറ്റായ വിവരങ്ങൾക്കെതിരെ ഐക്യത്തോടെയും ജാഗ്രതയോടെയും തുടരാൻ UAEയിലെ പള്ളികളിൽ പ്രാർത്ഥനയ്ക്കൊപ്പം നടന്ന പ്രസംഗങ്ങളിൽ വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. ഫെബ്രുവരി 28-നാണ് ഇറാൻ UAEക്ക് നേരെ ആക്രമണം ആരംഭിച്ചത്. ഇതിനുശേഷമുള്ള ആദ്യത്തെ ജുമാ നമസ്കാരത്തിനായി വെള്ളിയാഴ്ച UAEയിലുടനീളമുള്ള പള്ളികൾ വിശ്വാസികളാൽ നിറഞ്ഞു. തെറ്റായ വിവരങ്ങൾക്കെതിരെ ഐക്യത്തോടെയും ജാഗ്രതയോടെയും തുടരണമെന്ന് UAEയിലെ പള്ളികളിൽ പ്രാർത്ഥനയ്ക്കൊപ്പം നടന്ന പ്രസംഗങ്ങളിൽ വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാജേന വരുന്ന ഫോൺ കോളുകളും മെസ്സേജുകളും അവഗണിക്കണമെന്ന് ദുബായ് കോടതി പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വ്യക്തിഗത വിവരങ്ങൾ, OTPകൾ എന്നിവ ആർക്കും നൽകരുതെന്നും നിർദ്ദേശം നൽകി.
നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 1240-ലധികം വിമാന സർവീസുകൾ നടത്തിയിട്ടുണ്ടെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. മാർച്ച് 2 മുതൽ 5 വരെ 500-ലധികം വിമാനങ്ങൾ ദുബായിലെ വിമാനത്താവളങ്ങളിൽ നിന്നും വിവിധയിടങ്ങളിലേക്ക് പറന്നിട്ടുണ്ട്. 80-ലധികം രാജ്യങ്ങളിലേക്ക് 1,05,000 പേർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചുവെന്നും അധികൃതർ വിശദീകരിച്ചു. അബുദാബിയിൽ നിന്ന് പരിമിതമായ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി ഇത്തിഹാദ് എയർവേസ് അറിയിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 70 സ്ഥലങ്ങളിലേക്ക് നിലവിൽ ഇത്തിഹാദ് എയർവേസ് സർവീസുകൾ നടത്തുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ക്രമേണ സ്ഥിരത കൈവരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാന സർവീസുകൾ നടത്തുമെന്നും ഇത്തിഹാദ് അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാനാകുമെന്ന് കരുതുന്നുവെന്ന് ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് വിമാന കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. എയർ അറേബ്യ യുഎഇയിലേക്കും തിരിച്ചുമുള്ള പരിമിതമായ എണ്ണം വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. മുൻപ് യാത്ര റദ്ദാക്കിയ ഉപയോക്താക്കൾക്ക് റീബുക്കിംഗ്, റീഫണ്ട് ഓപ്ഷൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ബുക്ക് ചെയ്യാവുന്നതാണെന്നും എയർ അറേബ്യ അറിയിച്ചു. ഫെബ്രുവരി 28 മുതൽ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 212 ബാലിസ്റ്റിക് മിസൈലുകളും 394 ഡ്രോണുകളും നേരിട്ടുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ, താമസ സ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ ഒരു കുട്ടിയും 2 സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. 67 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. കുവൈറ്റിന്റെ വ്യോമാതിർത്തിയിൽ ഇന്ന് അതിരാവിലെ മുതൽ വീണ്ടും ഇറാൻ ആക്രമണം തുടങ്ങി. രാജ്യത്ത് അപകട സൈറൻ തുടർച്ചയായി മുഴങ്ങുന്നുണ്ട്. എന്നാൽ ആകാശപരിധി ലംഘിച്ചെത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ തകർത്തതായി അധികൃതർ അറിയിച്ചു. കൂടാതെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആകാശപരിധി സംരക്ഷിക്കുന്നതിനുമായി പ്രതിരോധ സേനകൾ ആക്രമണങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പ്രതിരോധ നടപടികളും വ്യാപ്തിയും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി അധികൃതർ നിരന്തരം സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചു. ഈ മാസം 9 മുതൽ 18 വരെ നടക്കേണ്ട SSLC പരീക്ഷകളും 19 വരെ നടക്കേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷകളുമാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. GCC രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന് ഇറാൻ. UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് 9 ബാലിസ്റ്റിക് മിസൈലുകളും 109 ഡ്രോണുകളും തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം UAE 205 ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ടു. അവയിൽ 190 എണ്ണം നശിപ്പിച്ചു. 13 എണ്ണം കടലിലും 2 എണ്ണം രാജ്യാതിർത്തിക്കുള്ളിലും വീണു. 1184 ഡ്രോൺ ആക്രമണങ്ങളിൽ 1110 എണ്ണം തടഞ്ഞു. 74 ഡ്രോണുകൾ UAEയുടെ പ്രദേശത്തിനുള്ളിൽ വീണു. 8 ക്രൂയിസ് മിസൈലുകളും പ്രതിരോധിച്ചു. ശ്രീരാജ് കൈമാൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീരാജ്, ഇറാൻ GCC രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ്. എന്താണ് മേഖലയിലെ സ്ഥിതി? അശ്വതി, ഇറാന്റെ ആക്രമണം തുടങ്ങി 7ാമത്തെ ദിവസമാണിന്ന്. കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലും സൗദി അറേബ്യയിലും UAEയിലും ഇറാന്റെ ആക്രമണ ശ്രമം ഇന്നും ഉണ്ടായി. പക്ഷേ അവ എല്ലാം വളരെ കൃത്യമായി പ്രതിരോധിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം വളരെ പതിയെ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന ഒരു വാർത്ത നമുക്ക് പൊതുവെ പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അൽ മക്തൂം എയർപോർട്ടിൽ നിന്നും ഏതാണ്ട് 1140-ലധികം വിമാന സർവീസുകൾ നടത്തിയെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. അബുദാബിയിൽ നിന്നും പരിമിതമായ രീതിയിലുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചതായി ഇത്തിഹാദ് എയർവേസും അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് വിമാന കമ്പനി അറിയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഏതാണ്ട് പൂർണ്ണമായ തോതിൽ തന്നെ ഈ സർവീസുകൾ തുടങ്ങാനായിട്ട് പറ്റും എന്ന രീതിയിലാണ് പറയുന്നത്. മറ്റൊന്ന്, ഗൾഫിലെ SSLC പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത്. ഗൾഫിലെ SSLCയും ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചു. ഈ മാസം 9-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നടക്കേണ്ട SSLC പരീക്ഷകളും 19 വരെ നടക്കേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷകളുമാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ ചില പൊതുജനങ്ങൾക്കുള്ള ചില നിർദ്ദേശങ്ങൾ UAE ഇന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യാജേന ഫോൺ കോളുകളും മെസ്സേജുകളും വരികയും വിവരങ്ങൾ ചോദിക്കുക, OTP നമ്പറുകൾ ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തണമെന്ന് സർക്കാർ പറയുന്നുണ്ട്.
ഈ വിമാനത്താവളങ്ങളുടെ ഒരു പ്രവർത്തനം പൂർണ്ണ തോതിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ള വാർത്തകൾ വലിയ പ്രതീക്ഷയും വലിയ ആശ്വാസവും ഗൾഫിലുള്ള എല്ലാവർക്കും നൽകുന്നുണ്ട്. പൊതുവെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം യാത്രാ മാർഗങ്ങൾ മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി എല്ലാ തലത്തിലും ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ആക്രമണ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇന്നും കടന്നുപോയത് എന്നാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കുന്നത്. അശ്വതി. ശരി, ശ്രീരാജ് കൈമളാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇറാൻ GCC രാജ്യങ്ങളിൽ ആക്രമണം തുടരുന്നുണ്ടെങ്കിലും പൊതുവെ സമാധാനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതും ആശ്വാസകരമായ കാര്യമാണ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥരുടെ നിയമനവും സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിർണായക ഉത്തരവ്. IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളിൽ കേഡർ ഇതര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. 2025 ജനുവരിക്കു ശേഷം B. അശോകിനെതിരെ സ്വീകരിച്ച 3 ട്രാൻസ്ഫർ ഉത്തരവുകളും റദ്ദാക്കി. MR അജിത് കുമാറിന് എക്സൈസ് കമ്മീഷണർ പദവിയും ഒഴിയേണ്ടിവരും. IAS ഉദ്യോഗസ്ഥരെ ഇഷ്ടാനുസരണം നിയമിക്കുകയും സ്ഥലം മാറ്റുകയും ചെയ്യുന്ന സർക്കാർ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. സംസ്ഥാന IAS അസോസിയേഷൻ സമർപ്പിച്ച ഹർജികളിൽ സർവീസ് ചട്ടം പാലിക്കാതെ നടത്തിയ ട്രാൻസ്ഫർ ഉത്തരവുകൾ അസാധുവാണെന്ന് ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടി. കേഡർ ചട്ടപ്രകാരം സംസ്ഥാന സിവിൽ സർവീസ് ബോർഡ് പരിശോധിക്കാതെ സർക്കാർ നടത്തിയ എല്ലാ ട്രാൻസ്ഫറുകളും എല്ലാ സ്ഥലംമാറ്റ ഉത്തരവുകളും നിയമനങ്ങളും അസാധുവാണെന്നും ഭാവിയിൽ സിവിൽ സർവീസ് ബോർഡിന്റെ പരിശോധന കൂടാതെ നിയമനങ്ങളോ ട്രാൻസ്ഫറുകളോ നടത്തരുതെന്നും വിശദമായി വിധിയിൽ പറയുന്നു. കേരള IAS അസോസിയേഷൻ സെക്രട്ടറി MG രാജമാണിക്യം, കാർഷിക ഉൽപാദന ഡയറക്ടർ B. അശോക, എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക എന്നിവർ സമർപ്പിച്ച 2023 ഹർജിയിലാണ് വിധി. IPS ഉദ്യോഗസ്ഥർ, വിരമിച്ച IAS ഉദ്യോഗസ്ഥർ എന്നിവരെ നിയമിച്ചിരുന്ന IAS കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂവെന്ന് സർക്കാരിനോട് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. ഹർജി നൽകിയ B. അശോകിനെതിരെ 2025 ജനുവരിക്ക് ശേഷം സ്വീകരിച്ച 3 ട്രാൻസ്ഫർ ഉത്തരവുകളും ട്രിബ്യൂണൽ റദ്ദു ചെയ്തു. നിലവിൽ എക്സൈസ് കമ്മീഷണറായ MR അജിത് കുമാറിന് ഈ ഉത്തരവ് തിരിച്ചടിയാണ്. എക്സൈസ് കമ്മീഷണർ സ്ഥാനം IAS കേഡർ തസ്തികയാണെന്നും അവിടെ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്നും ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ഇതോടെ എക്സൈസ് കമ്മീഷണർ പദവിയിൽ നിന്നും MR അജിത് കുമാർ മാറേണ്ടി വരും. കില, IMG ഡയറക്ടർ പദവികളും IAS കേഡർ തസ്തികകളാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ വിരമിച്ച ശേഷം 7.5 വർഷമാണ് IMG ഡയറക്ടർ പദവിയിലിരുന്നത്. ഇതിനെതിരെ IAS അസോസിയേഷൻ നിയമ പോരാട്ടം നടക്കുന്നതിനിടെ 1 മാസം മുമ്പാണ് ജയകുമാറിനെ പദവിയിൽ നിന്ന് മാറ്റിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UPSC സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രാജസ്ഥാൻ സ്വദേശി അനുജ് അഗ്നിഹോത്രിക്കാണ് 1ാം റാങ്ക്. 2ാം റാങ്ക് രാജേശ്വരി സുവയും നേടി. മലയാളിയായ ശ്രുതി R 18ാം റാങ്ക് കരസ്ഥമാക്കി. ആദ്യ 150 റാങ്കുകളിൽ 5 മലയാളികളുണ്ട്. മലയാളിയായ സിദ്ധാർത്ഥ M. ജോയി 271ാം റാങ്കും നേടി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സിദ്ധാർത്ഥ് 2ാം റാങ്ക് നേടിയിരുന്നു. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി JS ശ്രീജ 57ാം റാങ്കും കോഴിക്കോട് സ്വദേശി അജയ് R. രാജ 109ാം റാങ്കും നേടി. അതിഥി കൃഷ്ണദേവ് 451ാം റാങ്കും കരസ്ഥമാക്കി. ജന്മന കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷി വിദ്യാർത്ഥി അജയ് R. രാജന്റേത് തിളക്കമുള്ള നേട്ടമായി മാറി. അജയ് R. രാജന് 109ാം റാങ്കുണ്ട്. കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളായ upsc.gov.in, upsconline.nic.in എന്നിവയിൽ ഫലമറിയാൻ സാധിക്കും. സിവിൽ സർവീസ് ഫലപ്രഖ്യാപനം വന്നപ്പോൾ അമൃത സിവിൽ സർവീസ് അക്കാദമിക്ക് ഇത്തവണയും ഏറ്റവും മികവാർന്ന വിജയം. ഇത്തവണ അമൃത സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 29 പേരാണ് പട്ടികയിൽ ഇടം നേടിയത്. 57ാം റാങ്ക് നേടിയ ശ്രീജ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്തുവന്നപ്പോൾ റാങ്ക് നേട്ടത്തിന്റെ തിളക്കത്തിലാണ് തിരുവനന്തപുരം സ്വദേശിയായ ശ്രീജ JS. 57ാം റാങ്കാണ് ആദ്യ പരിശ്രമത്തിൽ തന്നെ ശ്രീജ നേടിയിരിക്കുന്നത്. വിജയത്തിലേക്കുള്ള ഈ യാത്രയിൽ സാധാരണക്കാരായ തന്റെ അച്ഛനും അമ്മയും ഒപ്പമുണ്ടായിരുന്നുവെന്ന് ശ്രീജ പറയുന്നു. സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ കേരളത്തിനും മലയാളത്തിനുമൊക്കെ അഭിമാനമായ ശ്രീജ JSന്റെ 57ാം റാങ്കാണ് ശ്രീജ നേടിയിരിക്കുന്നത്. ശ്രീജ നമ്മുടെ കൂടെയുണ്ട്. ശ്രീജ, ഏതായാലും സന്തോഷമാണെന്നറിയാം, പക്ഷേ ആ സന്തോഷം ശ്രീജയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അറിയണം. വളരെയധികം സന്തോഷമുണ്ട്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടി, കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് നേരമായി സെറ്റിലായിട്ട്. ഇപ്പം ശരിക്കും അതിങ്ങനെ സെറ്റിലിനാവുന്നുണ്ട്. റാങ്ക് കിട്ടിയെന്നുള്ളതും
കഷ്ടപ്പാടിന് ഞാൻ ഫലം കണ്ടു എന്നുള്ളതും ഇങ്ങനെ സെറ്റിലായി വരുന്നുണ്ട്. എത്രാമത്തെ പരിശ്രമത്തിലായിരുന്നു ശ്രീജിക്ക് റാങ്ക്? ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ മെയ് 2024 എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ത്രൂ ഔട്ട് ദ ജേർണി അവർ മെൻറ്റേഴ്സ് ഇമോഷണലിയും അക്കാഡമിക്കലും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പം പാരൻസിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളൊക്കെ കാരണമാണ് എനിക്ക് റാങ്ക് കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ? ഡിഫിക്കൽട്ടി ആയിരുന്നു, കാരണം എല്ലാ ദിവസവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം, എന്നാലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അക്കാഡമിയുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസും മെയിൻസ് ടെസ്റ്റ് സീരീസും അത് ടു ദ വേർഡ് ഞാൻ അത് ഡിസിപ്ലിനോടെ പഠിക്കാൻ ശ്രമിച്ചു. സർവീസ് വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാവുകയാണ്. നാളെ വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആർ ശ്രീലേഖ ചുവരെഴുതി ഉദ്ഘാടനം ചെയ്യും. LDF-ൽ സിറ്റിംഗ് MLA VK പ്രശാന്തും UDF-ൽ K മുരളീധരനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്ന പോരാട്ട വേദിയിൽ ആർ ശ്രീലേഖ കൂടി കടന്നുവരുന്നതോടെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറുകയാണ്. BJPക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള തലസ്ഥാന ജില്ലയിലെ മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ പല പ്രമുഖരുടെയും പേരുകൾ പല ഘട്ടങ്ങളിൽ BJPയിൽ നിന്ന് ഇവിടെ ഉയർന്നു കേട്ടിരുന്നു. കോർപ്പറേഷൻ മേയർ പദവി നൽകാതെ മാറ്റി നിർത്തിയ വേളയിൽ ആർ ശ്രീലേഖയുടെ പേര് വട്ടിയൂർക്കാവിൽ സജീവമായി കേട്ടു. ഒടുവിൽ സാധ്യതാ പട്ടികയിൽ മുന്നിൽ നിന്നതും ശ്രീലേഖ തന്നെ. മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുവരെഴുതി ഉദ്ഘാടനം ചെയ്യുന്നത് ആർ ശ്രീലേഖയാണെന്ന് BJP നേതൃത്വം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. നേമത്തും രാജീവ് ചന്ദ്രശേഖറാണ് ചുവരെഴുതി ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിത്വം തീരുമാനമായിരിക്കുകയാണ്. ആർ ശ്രീലേഖ വരുന്നതോടെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറുന്നു. LDF-ൽ സിറ്റിംഗ് MLA VK പ്രശാന്തും UDF-ൽ K മുരളീധരനുമാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നോക്കിയാൽ BJP ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്ന നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ തലസ്ഥാന ജില്ലയിൽ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇക്കുറി പോരാട്ടം തീപാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ CPM-ന് തലവേദനയായി കണ്ണൂർ, പാലക്കാട് ഉൾപ്പെടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ അപസ്വരങ്ങൾ. ആലപ്പുഴയിൽ G സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നതും ഇടുക്കിയിൽ M മണിയെ ഒഴിവാക്കിയതും തിരിച്ചടിയാകുമോ എന്നും ആശങ്കയാണ്. അതിനിടെ ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനം വൈകുകയാണ്. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ കേരള കോൺഗ്രസ്. തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുന്ന കാര്യത്തിലും തീരുമാനമായില്ല. ഏറ്റവും നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂർ, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഉയരുന്ന അപസ്വരങ്ങൾ എങ്ങനെ മറികടക്കുമെന്ന ചിന്തയിലാണ് CPM. കണ്ണൂരിൽ PK ശ്യാമള ഉൾപ്പെടെ മറ്റു പല പേരുകളിലും വിയോജിപ്പുകൾ പ്രകടമാണ്. വിമർശനങ്ങൾ പ്രാദേശികമായി കണ്ടാൽ മതിയെന്ന് സംസ്ഥാന ഘടകം വിലയിരുത്തിയാലും അത് അത്ര വേഗം കെട്ടടങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആലപ്പുഴയിൽ G സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നത് CPM-ന് മറ്റൊരു തലവേദനയാണ്. നേതൃത്വ തലത്തിൽ അനുനയ നീക്കമുണ്ടായിട്ടും സുധാകരൻ വഴങ്ങാത്തത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന സൂചനകൾ ആലപ്പുഴയിൽ നിന്നും ഉയരുന്നുണ്ട്. പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരായ വിമത നീക്കം ശക്തിയാർജിക്കുന്നതായിട്ടാണ് സൂചന. PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും പരസ്യ കലാപം കെട്ടടങ്ങുന്നില്ല. G സുധാകരനും PK ശശിയും UDF-നോട് അടുത്താൽ കനത്ത ആഘാതമാകും ഈ തിരഞ്ഞെടുപ്പിൽ CPM-നെ കാത്തിരിക്കുന്നത്. ഇടുക്കിയിൽ ജില്ലാ ഘടകം നിർദ്ദേശിച്ച M മണിയുടെ പേര് സംസ്ഥാന നേതൃത്വം വെട്ടിയതിലൂടെ കടുത്ത അതൃപ്തിയാണ് പ്രാദേശികമായി ഉയരുന്നത്. M മണിയെ അവഗണിച്ച് ഇടുക്കിയിൽ CPM-ന് മുന്നോട്ടു പോകുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ആശങ്ക ജില്ലാ ഘടകം പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം വിവിധ ജില്ലകളിൽ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന അപസ്വരങ്ങൾ കലാപമായി മാറാതിരിക്കാൻ നേതൃത്വം സജീവമായി ഇടപെടുന്നുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്രയ്ക്ക് സമാപനമായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി സന്ദർശനത്തിനായി എത്തുന്നതോടെ പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാനാണ് നീക്കം. തർക്കമുള്ള സീറ്റുകളിൽ കൂടുതൽ ചർച്ചകൾ നടത്തും. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്രയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ആഴ്ച കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിരുന്നില്ല. യാത്ര സമാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിവേഗത്തിൽ കടക്കുകയാണ് കോൺഗ്രസ്. പുതിയ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നാളെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നേതാക്കൾ കൂടിയാലോചനകൾ നടത്തും. 1ാം ഘട്ടത്തിലെ 40ഓളം സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. സിറ്റിംഗ് MLA-മാർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഉറപ്പുള്ള പല മണ്ഡലങ്ങളിലും 2-ലധികം പേരുകൾ ഉയർന്നു വരുന്നതിനാൽ കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 1ാം
ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന. അന്തിമഘട്ടത്തിലെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഉണ്ടെങ്കിലും അന്തിമമായ തീരുമാനം ലഭിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടു മുൻപ് പ്രഖ്യാപിക്കണമെന്നാണ് കോൺഗ്രസ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ഇപ്പോൾ വിജ്ഞാപനത്തിന് ശേഷം മതിയെന്നാണ് നിലപാട്. വിജ്ഞാപനം വൈകാൻ സാധ്യതയെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്. അതിനിടെ UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ വൈകുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. ഈ ആഴ്ച തന്നെ തീരുമാനമുണ്ടാകണമെന്നാണ് ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ICCയുടെ T20 ലോകകപ്പ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് വോട്ടെടുപ്പ് പട്ടികയിൽ ഇടം പിടിച്ച് സഞ്ജു സാംസൺ. മത്സരത്തിന് ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു മാത്രം. പട്ടികയിൽ ആകെ 8 താരങ്ങളാണുള്ളത്. ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ മറ്റന്നാളാണ്. മത്സരം ഗുജറാത്ത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റിലെ താരമാകാൻ മത്സരിക്കുന്നത് 8 പേരാണ്. ഇന്ത്യയിൽ നിന്ന് സഞ്ജു സാംസൺ മാത്രമാണ് പട്ടികയിലുള്ളത്. ഇംഗ്ലണ്ടിൽ നിന്ന് വിൽ ജാക്സ്, പാകിസ്ഥാനിൽ നിന്ന് സാഹിബ്സദ ഫർഹാൻ, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ലുങ്കി എൻഗിഡി, ദക്ഷിണാഫ്രിക്കയുടെ ഏഡൻ മാർക്രം, ന്യൂസിലൻഡിൽ നിന്ന് രജിൻ രവീന്ദ്ര, ടിം സിഫർട്ട് എന്നിവർ പട്ടികയിലുണ്ട്. USA-യിൽ നിന്ന് ഷാഡ്ലി വാൻ ഷാക്വിക്കും ഇടം പിടിച്ചിട്ടുണ്ട്. സെമിഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായതോടെയാണ് ICC പ്ലെയർ ഓഫ് ദി ടൂർണമെന്റിനെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് തുടങ്ങിയത്. 2 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ നേടി 232 റൺസാണ് മലയാളി താരം സഞ്ജു സാംസൺ ലോകകപ്പിൽ ഇതുവരെ അടിച്ചുകൂട്ടിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ സൂപ്പർ 8 മത്സരവും ഇംഗ്ലണ്ടിനെതിരായ സെമിഫൈനലും വിജയിച്ചതിൽ മലയാളി താരത്തിന്റെ ബാറ്റിംഗ് പ്രകടനവും നിർണായകമായി. ഇതോടെയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് നോമിനേഷനിൽ സഞ്ജു ഇടം പിടിച്ചത്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ വെബ്സൈറ്റ് വഴിയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ലോകകപ്പ് മത്സരങ്ങളുടെ തുടക്കത്തിൽ ടീമിൽ കൃത്യമായി അവസരം ലഭിക്കാതിരുന്ന സഞ്ജു ഇതുവരെ 4 കളികളിൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ നമീബിയക്കെതിരായ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു കളിക്കാനിറങ്ങിയത്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തോറ്റതോടെയാണ് പ്ലേയിങ് 11-ൽ സഞ്ജുവിനെ വീണ്ടും പരീക്ഷിക്കാൻ BCCI തയ്യാറായത്. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. വിജയിച്ചാൽ 2020 ലോകകപ്പ് നിലനിർത്തുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും ഇന്ത്യയുടെ പേരിലാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഡെയ്സ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.